എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വിലക്കുറവിൽ ലഭിക്കാവുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ്. യാതൊരുവിധ പൊല്യൂഷൻ്റെയോ വേറൊരു ഇഷ്യൂസും ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. അതിമനോഹരമായൊരു ഫ്രണ്ട് എലിവേഷൻ നമുക്ക് കാണാം. ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടിവെച്ച റോഡുകളാണ് ഫ്രണ്ടിലായി കാണാൻ കഴിയുക. മനോഹരമായ ചുറ്റുമതിലും നമുക്ക് കാണാം. ഒരു ഡെഡ് എൻഡിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് മുന്നിലായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇന്റർലോക്ക് കട്ടകളാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 3 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനാണ് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കാണാം. ഇവിടെയായി നല്ലൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 100% വാസ്തുശാസ്ത്രം പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. അങ്ങനെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മുറ്റം ഈ ഒരു ഭാഗത്തെല്ലാം ലഭിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാവും ആഞ്ഞിലിയും തേക്കുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ നമുക്ക് കാണാം. ഡോറിൻ്റെ ഡയറക്ഷൻ വടക്കോട്ട് തന്നെയാണ്. കയറി വരുമ്പോൾ വിശാലമായൊരു ലിവിംഗ് ഹോൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി നമുക്ക് കാണാം വെട്രിഫൈഡ് ടൈലുകളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ വിൻഡോ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവേണ്ടത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. ഈ ഭാഗത്താണ് ഡൈനിങ് ഹാൾ ഏരിയ വരുന്നത്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ തന്നെയാണ്. അവിടെ നിന്നും ചെറിയൊരു ഫാമിലി TV റൂമായിട്ട് ഉപയോഗിക്കാവുന്നൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അല്പം ഡൗൺ ആയിട്ട് ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള പ്രൊഫൈലിലെ വർക്കുകളും സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം BLDC സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭ്യമാണ്. ഇവിടെയായാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. വാഷ് ബേസും ഫിറ്റ് ചെയ്യാനുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ കിഴക്കോട്ട് തന്നെയാണ്. മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. 4 ബെഡ്റൂമാണ് ഈ വീടിന് ടോട്ടലായി വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു മോഡേൺ ബേ വിൻഡോ മോഡലുള്ള കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിങ്സും സാനിറ്ററീസും ഫിറ്റ് ചെയ്യാനുണ്ട്. സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കാണാം. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലുകളും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറി വരുന്ന ആദ്യത്തെ ലാൻഡിങ്ങിൽ 2ാമത്തെ ബെഡ്റൂം നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭ്യമാവുക. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഈ ബെഡ്റൂം അതിഗംഭീരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇപ്പോൾ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലെ നിലയിലേക്ക് വരാം. ഇവിടെയായി അത്യാവശ്യം വിശാലമായൊരു ഹോള് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു ഫ്ലോറിലായി നമുക്ക് 2 ബെഡ്റൂമാണ് ലഭ്യമാവുക. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോളിൻ്റെ നിർമ്മാണം. ഇവിടെയായി ചെറിയൊരു സ്റ്റഡി ഏരിയ പോലെ ലഭിക്കാവുന്നൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ബാൽക്കണിയിലേക്കാണ് ഇറങ്ങേണ്ടത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ വലിപ്പത്തിൽ ലഭിക്കുന്ന വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരിക. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം.
ആ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ബാൽക്കണിയിലേക്കും മുകളിലെ ടെറസിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 4.25 സെൻറ്റിൽ 2770 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.